മക്കളെ, നമ്മളുടെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് പോളിഗൺസ്, എങ്ങനെയാണ് പോളിഗൺസ് വരയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിനിടാ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിക്കേണ്ടതെന്നാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ. എന്താണ് ഈ പോളിഗൺസ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, 2-ലധികം വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, പോളിഗൺസ് എന്ന് പറയാ അല്ലെ. അതായത് ഒന്ന് ത്രികോണം തന്നെയാണ്. നമുക്കറിയാം ട്രയാങ്കിൾസ് എന്താണ്, ഒരു പോളിഗൺ ആണ്. ദെൻ ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ പറഞ്ഞാൽ എന്താ, 4 വശങ്ങളുള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം അല്ലെ. ചതുർഭുജം അതും ഒരു പോളിഗൺ ആണ്. ദെൻ പെന്റഗൺ പഞ്ചഭുജം, ഹെക്സഗൺ ഷഡ്ഭുജം, ഹെപ്റ്റഗൺ സപ്തഭുജം, ഒക്ടഗൺ അഷ്ടഭുജം, നണ്ണഗൺ നവഭുജം, ഡെക്കഗൺ ദശഭുജം. ഇത് 3 സൈഡ്സ് ആണ്. ഇതിന് 4 സൈഡ്, ഇതിന് 5 സൈഡ്, ഇതിന് 6 സൈഡ്, ഇതിന് 7, ഇതിന് 8, ഇതിന് 9, ഇതിന് 10. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു 8 ബഹുഭുജങ്ങളുടെ പേര് മക്കൾ എന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. ഈ 8 ബഹുഭുജങ്ങളെ പേര് പഠിച്ചാൽ മതി. സിമ്പിൾ അല്ലേ പഠിക്കാന്? ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ. ഓക്കെ, അതൊന്ന് പാടി പഠിച്ചു വെക്കുക കേട്ടോ. ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. ചെറിയ കാര്യമുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ചോദിക്കാൻ പോവാന്ന് പറയുന്നത് ഈ പോളിഗൺ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാം അല്ലെങ്കിൽ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം എന്ന് ചോദിക്കും. അതായത് നിങ്ങൾ ഒരു ചതുർഭുജം എടുത്തു നോക്ക്. ചതുർഭുജം, ഇത് ഒരു ചതുർഭുജാണ് അല്ലെ. ചതുർഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാന്ന് ചോദിക്കും. അല്ലെങ്കിൽ എത്ര ഡയഗ്നൽസ് അല്ലെങ്കിൽ വികർണങ്ങൾ വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ട, ഇവിടെ n-3 വികർണങ്ങൾ വരയ്ക്കാൻ പറ്റും, ഡയഗ്നൽസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ ചതുർഭുജാണെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ, n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണാണ് കേട്ടോ. നമ്പർ ഓഫ് സൈഡ്സ് ആണ് n എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ചതുർഭുജത്തിൽ n എത്രയാണ്? ചതുർഭുജം എന്ന് പറയുന്നത് 4 സൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 4-3 ആയിരിക്കും. അതായത് ഒരു വികർണം അല്ലെങ്കിൽ ഡയഗ്നൽ ആയിരിക്കും വരയ്ക്കാൻ പറ്റുക. ദെൻ അടുത്ത നിങ്ങളോട് ചോദിക്കുക, എത്ര ട്രയാങ്കിൾസ് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റും ചോദിക്കും. എത്ര ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ട, n-2 ട്രയാങ്കിൾസ് ആണ്. എന്താണ് n-2? അതായത് എന്തായിരിക്കും, 4-2, അതായത് 2 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. എന്താണ് എത്ര ഡയഗ്നൽസ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എത്ര പറയണ്ട, n-3. എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ, n-2. ഓക്കെ, ഇതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ഇനിയിപ്പോ നിങ്ങളോട് 10 വശങ്ങളുള്ള ബഹുഭുജത്തില് എത്ര വികർണങ്ങൾ വരയ്ക്കാൻ പറ്റും? 10-3 കുറച്ചാൽ മതി, 7 ആയിരിക്കും. എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? 10-2, 8 ത്രികോണങ്ങളായിരിക്കും. അതായത് നോക്ക്, ഇവിടുന്ന് ഒരു ഡയഗ്നൽ വരയ്ക്കാൻ പറ്റും. അതായത് ഒരു ഡയഗ്നൽ ആണ് വരയ്ക്കാൻ പറ്റുക. ഈ ഡയഗ്നൽ ഇതിന് എത്ര ഭാഗങ്ങളാക്കുന്നുണ്ട്? 1, 2, 2 ത്രികോണങ്ങളാക്കി ഭാഗം വെക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതൊന്നും വരച്ചിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. n-3 ആണ് വികർണങ്ങൾ എന്ന് പറയുന്നത്. ത്രികോണങ്ങൾ n-2 ആണ്. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ പോളിഗൺസിലെ ഉൾകോണുകളുടെ തുക എത്രയാണെന്നാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള കോണുകളുടെ തുക എത്രയാന്ന് ചോദിക്കും. ഓക്കെ, എന്താണ് അകം കോണുകളുടെ തുക എത്രയാന്ന് നിങ്ങളോട് ചോദിക്കും. അതെങ്ങനെയാ കാണാന്ന് വെച്ചാൽ നോക്ക്, ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എൻ സൈഡഡ് പോളിഗൺ ഈസ് n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്താണ്? n-2 × 180 ആണ്. ഓക്കെ, n-2 × 180 ആണ്. അതായത് പെന്റഗൺ പഞ്ചഭുജം എടുത്താൽ എത്ര വശങ്ങൾ ഉണ്ടടാ? 5 വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, n-ന് പകരം 5 ഇട്ട് കൊടുക്കുക. 5-2 × 180, അതായത് എന്തായിരിക്കും 3 × 180, അതായത്
540 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോണുകളുടെ ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാൻ പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. n-2 × 180. അവിടെ n എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മളുടെ വശങ്ങളുടെ എണ്ണത്തിനെയാണ് n എന്ന് പറയാ. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? സെറ്റ് അല്ലേ കാര്യം? അപ്പൊ നോക്കിയേ, അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? 52 സൈഡ്, 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാന്നാ ചോദിച്ചത്. എങ്ങനെയായിരിക്കും ചെയ്യാ? ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താടാ? 52 ആണ്. കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n-2 × 180. അതായത് എന്തായിരിക്കടാ? 52 - 2 × 180. അതായത് 50 × 180 ആയിരിക്കും അല്ലെ. അതായത് എത്രയായിരിക്കടാ? 18 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90. 9000 ആയിരിക്കും ഇതിന്റെ, 9000 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? സെറ്റ് അല്ലേ കാര്യം? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് മക്കൾക്ക് ചെയ്യണ്ടേ? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓൺ എക്സാം എഴുതണ്ടേ? അപ്പൊ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും. അതിൽ പോയിട്ട് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക, ഏതൊക്കെ ക്ലാസ്സസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തിൽ വേണം? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വേണം. അതിന്റെ കൂടെ ഇതിന്റെ നോട്ട്സ് ഒക്കെ മക്കൾക്ക് വേണ്ടേ? അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഇപ്പൊ തന്നെ മറക്കണ്ട, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസ് ആണ്. എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഒരു പഞ്ചഭുജം വരയ്ക്കുകയാണെങ്കിൽ, യെസ്, ഒരു പഞ്ചഭുജം, 5 വശങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചഭുജം, 1 2 3 4 5, 5 എന്തുണ്ട് ഇതിന്? 5 അകം കോണുകളുണ്ട്. 5 അകം കോണുകളുടെ തുകയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള കോണുകളുടെ തുകയല്ലേ പറഞ്ഞത്? അപ്പൊ അകം കോണ് എന്ന് പറയാം, ഇന്നർ ആംഗിൾസ് എന്ന് പറയാം. അതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ബഹുഭുജത്തിന് അല്ലെങ്കിൽ പോളിഗണിന് ഔട്ടർ ആംഗിളും ഇടാൻ ഉണ്ടാവും. എന്താണ്? ഔട്ടർ ആംഗിളും ഉണ്ടാവും. ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ പുറം കോണുകളും ഉണ്ടാവും. എന്നിട്ട് നോക്കിയേ, മിസ് ഒരു ത്രികോണം വരച്ചു. ആ ത്രികോണത്തിന് 3 ഇന്നർ ആംഗിൾ ഉണ്ട് അല്ലേ? 3 ഉള്ളിൽ ആംഗിൾ ഉണ്ട്. ദെൻ ഇതിനെ നോക്ക്, ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു നോക്ക്. ഈ വശത്തിന് ഇങ്ങോട്ട് നീട്ടി, ഈ വശത്തിന് ഇങ്ങോട്ട് നീട്ടി. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ കോണിന് എന്താ പറയാ? ഇതിന് പുറം കോണുകൾ എന്നാ പറയാ, അല്ലെങ്കിൽ എന്താണ്? ഔട്ടർ ആംഗിൾസ് എന്നാ പറയാ. ഏതിനിപ്പോ ചതുർഭുജാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ചതുർഭുജം എടുത്താലും ഈ വശത്തിന് ആദ്യം നീട്ടി വരച്ചു, ദെൻ അടുത്ത വശത്തിന് ഇങ്ങനെ നീട്ടി വരച്ചു, അടുത്തത് ഇങ്ങനെ നീട്ടി വരച്ചു, ഇത് ഇങ്ങോട്ടും നീട്ടി വരച്ചു. അപ്പൊ 1 2 3 4 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. അപ്പൊ എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ടോ അത്ര തന്നെ ഔട്ടർ ആംഗിൾസും എന്തിനുണ്ടാവും? ഏതൊരു ബഹുഭുജത്തിനും ഉണ്ടാവും. നമ്മളുടെ ത്രികോണത്തിന് 3 ഇന്നർ ആംഗിൾസ് ഉണ്ട്, അതുപോലെ 3 ഔട്ടർ ആംഗിൾസും ഉണ്ട്. നമ്മളുടെ ചതുർഭുജം ക്വാഡ്രിലാറ്ററലിന് എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ട്? 4 ഇന്നർ ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടാവൂടാ? 4 ഔട്ടർ ആംഗിൾസും ഉണ്ടാവും. അപ്പൊ സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ നോക്ക്, പക്ഷെ നമ്മളുടെ ഇന്നർ ആംഗിൾസിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നുടാ? n-2 × 180 ആയിരുന്നു അല്ലെ. അപ്പൊ ഔട്ടർ ആംഗിൾസിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഔട്ടർ ആംഗിൾസിന്റെ തുക കാണാൻ ഇക്വേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. The sum of the outer angles of any polygon is 360 degree. ഏത് ബഹുഭുജത്തിലും പുറം കോണുകളുടെ തുക എന്താടാ? 360 ഡിഗ്രിയാണ്. ഓക്കെ, ഏത് ബഹുഭുജത്തിലും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, the sum of the outer angles of a polygon is twice the sum of inner angles. How many sides does it have? And if the sums are equal. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? തുകകൾ തുല്യമാണെങ്കിലോ. അപ്പൊ നോക്ക്, ആദ്യം പറഞ്ഞ എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പൊ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താടാ? ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് ഗുണിക്കാന്നാണ് അല്ലെ. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കാന്നാണ്. അപ്പൊ 2 × സം ഓഫ് ഇന്നർ ആംഗിൾ ആണ് അല്ലെ. ദെൻ ഇനി ഈ സം ഓഫ് ഔട്ടർ ആംഗിളിനും സം ഓഫ് ഇന്നർ ആംഗിളിനും പകരം നമ്മൾ എന്ത് ചെയ്യുക? സം ഓഫ് ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? n - 2 × 180 എന്നാണ് അല്ലെ.
അതുപോലെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? നമുക്ക് ഏതോ ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായിരിക്കും? എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താണ്? 360 ഡിഗ്രി അല്ലെ? അപ്പൊ ഇനി നോക്ക്, ഇനി ശരിക്കും ഇവിടെ ആരാ കാണേണ്ടത്? ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ? 360 = 2 × n - 2 × 180 എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് എന്താ കാണേണ്ടത്? നമ്മളോട് എത്ര വശങ്ങൾ ഉണ്ട് എന്നാ ചോദിച്ചത്, എത്ര സൈഡ്സ് ഉണ്ട് എന്നാ ചോദിച്ചത്. അപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ കാണേണ്ട ആരാണ്? ഈ n-നെയാണ് കാണേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ n നമുക്ക് കിട്ടും. അതായത് നോക്കിയടാ, നോക്ക്, ഈ 180 ആദ്യം മിസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. അതായത് 360 / 180 ആവില്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 2 × n - 2. അതായത് എന്താണ്? 360 / 180 എന്ന് പറയുമ്പോൾ 2 അല്ലേ? 2 = 2 × 180, 2 × n - 2 എന്നാണ്. അപ്പോൾ ഈ 2നെ അടുത്ത മിസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുക. അതായത് /2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു n - 2. ദെൻ 1 = n - 2 ആയിരിക്കും. ദെൻ n = എന്തായിരിക്കടാ? n = 3. n = 3 ആണ്. അതായത് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ്. അതായത് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയടാ, if the sums are equal, then തുകകൾ തുല്യമാണെങ്കിലോ എന്ന്. അതായത് സം ഓഫ് ഔട്ടർ ആംഗിളും സം ഓഫ് ഇന്നർ ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിന് എത്ര സൈഡ്സ് ഉണ്ടാവും എന്നാ ചോദിച്ചത്. ആ ബഹുഭുജത്തിന് എത്ര സൈഡ്സ് ഉണ്ടാവും? നമ്മൾ എന്താ ചെയ്യുക? 360 = n - 2 × 180 എന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് n കണ്ടുപിടിക്കുക കേട്ടോ. അതെന്തായാലും മക്കൾ ചെയ്തിട്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം അത് ഏത് പോളിഗൺ ആണ് എന്നുള്ളത്. ചെയ്യില്ലേ നിങ്ങൾ? നിങ്ങൾ ചെയ്യും. ദെൻ നോക്കിയേ, അടുത്ത നോക്കിയേ, ഇനി അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്, റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ മക്കളെ എന്താണ്? എ പോളിഗൺ വിത്ത് ഈക്വൽ സൈഡ്സ് ആൻഡ് ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. വശങ്ങളും കോണുകളും തുല്യമായ ബഹുഭുജങ്ങളാണ് എന്ത്? നമ്മുടെ സമബഹുഭുജങ്ങൾ. അതായത് നോക്ക്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ സമബഹുഭുജത്തിന് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ സമബഹുഭുജത്തിന്, സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗണിന് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഈ 3 ഇക്വേഷൻസ് മക്കൾ പഠിച്ചു വെച്ചാൽ ഇവിടെ നിന്ന് ചോദിച്ചാലും റെഗുലർ പോളിഗണിന്റെ ഏത് സൈഡ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് മക്കളെ, ഈ റെഗുലർ പോളിഗൺ നിങ്ങളോട് ചോദിക്കുക, റെഗുലർ പോളിഗണിന്റെ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ പറയും. 1 ഔട്ടർ ആംഗിൾ എത്രയാന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ എന്ത് കിട്ടും? 1 ഔട്ടർ ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി ദെൻ നിങ്ങളോട് ചോദിക്കുകയാണ് സൈഡ്സ് കാണാൻ ചോദിക്കുകയാണ്. സൈഡ്സ് കാണാൻ ചോദിച്ചാലോ? സൈഡ്സ് കാണാൻ ചോദിച്ചാൽ ഇത് നേരെ അങ്ങ് തിരിച്ചാൽ മതി. അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി 1 ഇന്നർ ആംഗിൾ ചോദിച്ചാലോ? 1 ഇന്നർ ആംഗിൾ ചോദിച്ചാലോ? 180 മൈനസ് 1 ഔട്ടർ ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. 1 ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്ക് അറിയുന്നല്ലേ, എന്തായാലും 360 ആയിരിക്കും അല്ലെ. ഇനി അടുത്തൊക്കെ, ഇനി സൈഡ്സ് ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. ആ ഒരു റെഗുലർ പോളിഗണിന് എത്ര വശങ്ങളുണ്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് യൂസ് ചെയ്താൽ മതി? സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ യൂസ് ചെയ്താൽ മതി. ഇനിയൊക്കെ 1 ഇന്നർ ആംഗിൾ ആണ് ചോദിക്കുന്നെങ്കിലോ എന്ത് ചെയ്താൽ മതി? 180ന്ന് 1 ഔട്ടർ ആംഗിൾ കുറച്ചാൽ മതി. അതായത് ഒരു 1 ഇന്നർ ആംഗിളും ഏതൊരു ബഹുഭുജം എടുത്താലും നമ്മളുടെ റെഗുലർ പോളിഗൺ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ 1 ഔട്ടർ ആംഗിളും 1 ഇന്നർ ആംഗിളും 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ എന്താടാ? 180 ഡിഗ്രി ആയിരിക്കും. പക്ഷെ റെഗുലർ പോളിഗണിന്റെ കേസിൽ ഏത് ഔട്ടർ ആംഗിൾ എടുത്താലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഔട്ടർ ആംഗിളും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്നർ ആംഗിളും ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ഔട്ടറും ഒരു ഇന്നറും കൂട്ടിയാൽ എത്ര കിട്ടൂടാ? 180 കിട്ടും. അപ്പൊ നിങ്ങളോട് ഇന്നർ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു, എന്നിട്ട് ഔട്ടർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 180ന്ന് 1 ഇന്നർ കുറച്ചാൽ മതി. ദെൻ 1 ഔട്ടർ ആംഗിൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നു. ദെൻ 1 ഇന്നർ ആംഗിൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 1 ഔട്ടർ ആംഗിൾ ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഒരു പുറം കോണ് എന്ന് പറയുന്നത് എന്താടാ? പുറം കോണുകളുടെ
തുക ബൈ വശങ്ങളുടെ എണ്ണായിരിക്കും. ദെൻ അടുത്ത ഏതാണ്? ദെൻ വശങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട? പുറം കോണുകളുടെ തുക ബൈ ഒരു പുറം കോണായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് ഒരു അകം കോണാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിലോ? എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ഒരു പുറം കോണ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഈ 3 ഇക്വേഷൻസ് മക്കൾ എന്തായാലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് റെഗുലർ പോളിഗണിന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മക്കളെ അടിപൊളിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ ഓഫ് എ 15 സൈഡഡ് പോളിഗൺ റെഗുലർ പോളിഗൺ? How much is each outer angle? How much is each angle of a regular 15-sided regular polygon? അപ്പോൾ റെഗുലർ പോളിഗണിന്റെ കേസാണ്. 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? പുറം കോണോ എന്നാ ചോദിച്ചത്. അതായത് ഓരോ കോണും എന്ന് ചോദിച്ചാൽ അവിടെ എന്താ പറഞ്ഞത്? ഇന്നർ ആംഗിൾ ആണ് കാണാൻ പറഞ്ഞത്. അകം കോണാണ് കേട്ടോ കാണാൻ പറഞ്ഞത്. ദെൻ പുറം കോണും. അകം കോണും കാണാൻ പറഞ്ഞിട്ടുണ്ട്, പുറം കോണും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്തത്? എത്ര സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? അകം കോണും കാണാൻ പറഞ്ഞു, പുറം കോണും കാണാൻ പറഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ട ആരെയാണ്? പുറം കോണിനെയാണ് കേട്ടോ നിങ്ങൾ കണ്ട്. നമുക്കറിയില്ലേ, ദാ 1 ഔട്ടർ അല്ലെങ്കിൽ ഒരു പുറം കോണ് എന്ന് പറഞ്ഞാൽ എന്താടാ? സം ഓഫ് ഔട്ടർ ആംഗിള് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലെ? 360 ബൈ 15 എന്താണ്? 2 എണ്ണം ഉണ്ടാവും. 30, 6, 60 എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ദെൻ 60. യെസ്, 24 ആണ്. എന്താണ്? 24 ഡിഗ്രി ആണ് എന്ത്? 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അകംകോണ് കാണാൻ സിമ്പിൾ അല്ലേ? 1 ഇന്നർ ആംഗിൾ എന്താടാ? 1 ഇന്നർ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 1 ഔട്ടർ ആണ്. അതായത് ഒരു അകംകോണ് എന്ന് പറഞ്ഞാൽ 180 മൈനസ് 1 എന്തായിരിക്കും? പുറം കോണായിരിക്കും. അതായത് 180 മൈനസ് 24 ആണ്. അതായത് എന്തായിരിക്കും? 180 മൈനസ് 24 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 156 ഡിഗ്രി ആയിരിക്കും അല്ലേ? 156 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ കാര്യം? നമുക്കപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കാണാൻ പഠിച്ചു അല്ലേ? ഇനി സൈഡ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 168 ഡിഗ്രി. 1 ആംഗിൾ അല്ലെങ്കിൽ ഒരു കോണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അതെന്താണ്? അകം കോണായിരിക്കും കേട്ടോ. 168 ഡിഗ്രി ആണ് 1 ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഒരു അകം കോണ് എന്ന് പറയുന്നത്. എത്രയാണെന്നാ പറഞ്ഞത്? 168 ഡിഗ്രി ആണ്. ദെൻ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര വശങ്ങൾ ഉണ്ട് എന്നാ നമ്മളോട് ചോദിച്ചത്. എങ്ങനെയാടാ സൈഡ്സ് കാണാ അല്ലെങ്കിൽ വശങ്ങൾ എങ്ങനെയാടാ കാണാ? വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിള് അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക ബൈ 1 ഔട്ടർ അല്ലേ? 1 ഔട്ടർ അല്ലേ? അപ്പൊ ഇവിടെ ഒക്കെ 1 ഇന്നർ ആണ് തന്നത്, 1 ഔട്ടർ തന്നില്ല. ഇത് 360 ആണ് നമുക്കറിയാം. സമ്മ് ബൈ 1 ഔട്ടർ എത്ര നമ്മൾ ആദ്യം കണ്ട ഇത് ചെയ്യണമെങ്കിൽ 1 ഇന്നർ ആംഗിൾ എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 1 ഔട്ടർ എങ്ങനെയാടാ കാണാ? 1 ഔട്ടർ എങ്ങനെയാ കാണാന്ന് വെച്ചാൽ നോക്കിയാടാ, 1 ഔട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇന്നറും ഒരു ഔട്ടറും കൂടി കൂട്ടി എത്ര കിട്ടൂടാ? 180 ഡിഗ്രി കിട്ടും അല്ലെ? 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് തന്നെ 1 ഔട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് 168 ആയിരിക്കും. അതായത് എത്രയാണ്? 12 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ 360 ഡിവൈഡഡ് ബൈ 12 അതായത് 30 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്ര മാത്രമേടാ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം നമ്മൾ ഒരു 8 പോളിഗൺസിന്റെ പേരുകൾ ആദ്യം നമ്മൾ നോക്കാൻ പറഞ്ഞു അല്ലെ? അത് പഠിക്കാൻ പറഞ്ഞു. ദെൻ എങ്ങനെയാണ് ആ പോളിഗൺസിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കാണാന്ന് പറഞ്ഞു അല്ലെ? ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കാണാൻ പറഞ്ഞു. അതിന്റെ മുന്നേ നമ്മൾ എന്തായിരുന്നു? ഡയഗണൽസ് എങ്ങനെയാ കാണുക? ഡയഗണൽസ്, നമ്പർ ഓഫ് ഡയഗണൽസ് എങ്ങനെയാണ്? n-3. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എങ്ങനെയാണ്? n-2. സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെയാണ്? n-2 × 180. അത് പറഞ്ഞു അല്ലെ? ദെൻ അടുത്ത നമ്മൾ എന്തിലേക്കായിരുന്നു വന്നത്? ഔട്ടർ ആംഗിളിലേക്ക് വന്നു. ഔട്ടർ ആംഗിളിന്റെ സമ്മ് എത്രയാടാ? ഔട്ടർ ആംഗിളിന്റെ സമ്മ് വെറുതെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, 360 ഡിഗ്രി ആയിരിക്കും. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗണിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. എന്താണ് ആ ഇക്വേഷന്? സം ഓഫ്
സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, സം ഓഫ് ഔട്ടർ ആംഗിൾ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ് വൺ ഔട്ടർ എന്ന് പറയുന്നത് എന്താടാ, വൺ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താടാ, സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ വൺ ഔട്ടർ ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞത്, ഒരു ഔട്ടർ ആംഗിളും വൺ ഔട്ടർ ആംഗിൾ പ്ലസ് വൺ ഇന്നർ ആംഗിൾ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. മലയാളത്തിലാണെങ്കിൽ എന്താണ്, ഒരു പുറം കോണ് എന്ന് പറയുന്നത് പുറം കോണുകളുടെ തുക ബൈ വശങ്ങളുടെ എണ്ണായിരിക്കും. വശങ്ങൾ എന്ന് പറയുന്നത് എന്താടാ, പുറം കോണുകളുടെ തുക ബൈ ഒരു പുറം കോണായിരിക്കും. ആൻഡ് ഒരു പുറം കോണും ഒരു അകം കോണും കൂട്ടിയാൽ എത്ര കിട്ടുമടാ, 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയടാ, ദെൻ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആണ്, ഓക്കെ ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായി പഠിക്കുക ആൻഡ് എക്സാം കളറാക്കുക. ഓക്കെ, ദെൻ ബൈ ആൻഡ് ലൈക്ക് ദി വീഡിയോ.